നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു വീഡിയോ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വ്യൂസ് നമുക്ക് വരുന്നതും ആ ഒരു വീഡിയോയ്ക്ക് തന്നെയാണ്. ആൾക്കാർ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരും, നിങ്ങൾ ഇത് കളഞ്ഞൂടെ, ഇത് കളഞ്ഞ് വേറെ വിഷയങ്ങൾ മാറ്റി പിടിക്കും എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് ഈ വീഡിയോ തന്നെ. ഈ വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നതും. അപ്പം മറ്റൊന്നുമല്ല, എല്ലാവർക്കും മനസ്സിലായി കാണും, രേണുസുധിയുടെ വിഷയമാണ്. അപ്പോൾ രേണുസുധിയുടെ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ ആണ് പുതിയ വിഷയം. ഇൻസ്റ്റാഗ്രാമിൽ രേണുസുധി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 3-5 ദിവസമായി. ഞാനും അതിന്റെ വീഡിയോസ് പഴയതുപോലെ തന്നെ ഇടണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ചർച്ചകൾക്ക് ഒരു അവസാനമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇത് പുതിയ വഴിത്തിരിവിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. യൂട്യൂബിലെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും രേണുസുധി ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നുള്ളത്. ആ സബ്സ്ക്രിപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് ഇപ്പോൾ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 45 രൂപയ്ക്ക് മറ്റോ ആണ് രേണുസുധി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. അത് ആദ്യമേ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 150 രൂപയിലേക്കായി. അപ്പോഴേക്കും ആളുകൾ 400, 600 അങ്ങനെ ഓരോ ദിവസവും രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നമ്മൾ യൂട്യൂബേഴ്സ്, അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ഇതിനിടയിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും രേണുസുധിയുടെ കണ്ടന്റ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന കണ്ടന്റുകളായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, രേണുസുധിക്ക് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഇട്ടപ്പോൾ തന്നെ രേണുസുധി പറയുന്ന ഇതെന്താ അതിനായിട്ടുള്ള ചില ചെറിയ ഞുറുങ്ങു പരിപാടികളൊക്കെ രേണുസുധി തന്റെ വീഡിയോസിൽ യൂട്യൂബിലും അല്ലാതെ തന്റെ യൂട്യൂബല്ല റീൽസിലൊക്കെ, അതായത് ഇൻസ്റ്റാ റീൽസിലൊക്കെ കാണിച്ചു തുടങ്ങിയായിരുന്നു. സീറ്റ് ബെൽറ്റ് മാറ്റലും പിന്നെ ഒരു കൊഞ്ചിയുള്ള ഒരു പ്രത്യേക സ്റ്റൈലുള്ള സംഭാഷണം, അതൊക്കെ എല്ലാവരും ഒരുപാട് ചർച്ച ചെയ്യും. ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും എന്തോ ഒരു മാറ്റം രേണുസുധിയിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു ചെറിയ ഹിന്റ് രേണു കൊടുത്തിരുന്നു. അപ്പോൾ രേണു ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനുള്ള കാരണമായിട്ട് രേണു പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രേണുവിന് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തിരക്കുകളും ഇന്റർവ്യൂസ് ഒക്കെ കാരണമായിട്ട് രേണുവിന് സമയം കിട്ടിയില്ല സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ. ഇപ്പൊ സമയം കിട്ടി. അതിനകത്ത് നല്ല നല്ല എക്സ്ക്ലൂസീവ് കണ്ടന്റുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് രേണു ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്താണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാലോ, എനിക്കിങ്ങനെ മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് ബേദറിന്റെ അങ്ങനെ ഓട്ടമായതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ തുടങ്ങി. സന്തോഷം എന്ന് പറയട്ടെ, നല്ല കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പോഴത്തേന്. തോന്നുന്നു ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും ജീവിക്കുന്ന പണം ഉണ്ടാക്കാനാണല്ലേ. എന്ന് പറഞ്ഞാൽ പണം മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തിലും അടിസ്ഥാനം പണമാണ്, പൈസയാണ്. അപ്പം ഏത് മാർഗേന എന്നല്ല, നമ്മൾ നല്ല കാര്യങ്ങളിലൂടെ തന്നെ. ഇപ്പൊ എനിക്കത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്ക സെലിബ്രിറ്റീസും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതുമാണ്, അവർ പൈസ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്തായാലും ഞാൻ വലിയ സംഭവം ആവുന്നൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചെയ്തു. ഒരുപാട് ആള് വരുമെന്ന് ഉദ്ദേശം ഒന്നുമല്ല ചെയ്തത്. ഞാൻ ചെയ്തു. എന്തായാലും ഇത്ര ആൾക്കാർ വന്നു, നമുക്ക് നോക്കാം, മുന്നോട്ട് പോവാം. ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പറയും അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോട്ടെ, മക്കളെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ. അവരെ പോലെ എത്രയോ പേര് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവരുണ്ട്, അവരെ ആരും ഒന്നും പറയാത്തത് എന്താണെന്ന് പറയും. അപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ സബ്സ്ക്രിപ്ഷൻ വഴി കാണിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെ കുറിച്ചും മുമ്പും റിയാക്ഷൻ വീഡിയോക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഒരു ചാനലിൽ മനു വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ വിവാദപരമായ സബ്സ്ക്രിപ്ഷൻസ് തുടങ്ങിയ ആൾക്കാരെ കുറിച്ച് അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത ആൾക്കാരെ കുറിച്ചൊക്കെ റിയാക്ഷൻ വീഡിയോക്കാർ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. രേണു പുതിയൊരാളല്ലേ, പക്ഷെ രേണുവിന് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും. ഇപ്പൊ നമുക്കിത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഒരു ചാനലാണ്. മാസ്റ്റർ മൈൻഡ് മനു, അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അതാണ് ഈ മനു ആണ് ഈ സബ്സ്ക്രിപ്ഷൻ പുറത്ത് ലീക്കാക്കുന്നത് എന്നാണ് മനുവിന്റെ ഇൻസ്റ്റയിലൊക്കെ വന്ന് രേണു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് രേണു റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ മനു പറഞ്ഞിട്ടുണ്ട്, മനു ഓപ്പണായിട്ട് പറഞ്ഞിട്ട് മനു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് എന്ത് നടക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മനു തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, മനുവിന്റെ കയ്യിൽ നിന്ന് പലരും അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. അൽത്തു കാസർഗോഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ രേണുവിന് എതിരെ വീഡിയോ ചെയ്ത് രേണുസുധിയുടെ പിക്ചർ മാറ്റണം എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഒരു വീഡിയോ വന്നിരുന്നു. അങ്ങനെ രേണുവിന്റെ അപ്പോഴത്തേക്ക് സബ്സ്ക്രിപ്ഷൻ ഒക്കെ കൂടി, അപ്പോഴത്തേക്ക് തന്നെ സുധിയുടെ പിക്ചറൊക്കെ മാറ്റി രേണുവിന്റെ പിക്ചറൊക്കെ ആക്കിയായിരുന്നു. ഇൻസ്റ്റയിൽ തന്റെ പ്രൊഫൈൽ പിക്ചർ, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ മാറ്റിയിരുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബേഴ്സ് ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്ന കണ്ടന്റ് യൂട്യൂബേഴ്സ് എടുത്ത് യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവരെടുത്തിട്ട് പുറത്ത് ലീക്ക് ആക്കുന്നു എന്നുള്ളതാണ് രേണുവിന്റെ പ്രധാന വിഷയം. അപ്പൊ രേണു പറയുന്നത് മറ്റുള്ളവരുടെ ഇവരാരും അങ്ങനെ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് രേണുവിന്റെ മാത്രം ചെയ്യുന്നു? രേണുവിന്റെ മാത്രമല്ല, ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റ്, നല്ല രീതിയിലല്ലാത്ത കണ്ടന്റുകൾ, ഒരുപാട് വൾഗാരിറ്റി വന്ന കണ്ടന്റുകളൊക്കെ എടുത്ത് ഇതിന് മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പറയുന്നത്. അപ്പൊ അവരന്നും അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ. രാസൽ കൈമയിലേക്ക് രേണു പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് കുറച്ച് ഓൺലൈൻ വീഡിയോസ്, അതായത് രേണുവിന്റെ
ഈ ഗോസിപ്പുകളെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒന്നോ രണ്ടോ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അവരെ കൊണ്ട് രേണു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിപ്പിച്ച് ചോദിക്കാൻ പറഞ്ഞു പറയിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും വീഡിയോ കണ്ടാൽ തന്നെ. ഇപ്പൊ നമുക്ക് കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം. അതിനകത്ത് രേണുവിനോട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ ക്വസ്റ്റ്യൻസ് കേട്ടാൽ തന്നെ അറിയാം. ഇപ്പൊ നേരത്തെ ഒരു പട്ടാളക്കാരൻ ലവറുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ പട്ടാളക്കാരൻ ലവർ ഉണ്ടായിരുന്നു, എപ്പോഴും സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കത്തില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയക്കത്തുള്ളൂ എന്നൊക്കെ വളരെ സീക്രട്ട് ആയിട്ട് രേണു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഈ ഓൺലൈൻ മീഡിയാസ് ചോദിക്കുമ്പോൾ അതെങ്ങനെ പുറത്തായി? അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രേണുവിന്റെ കൂടെ പുറകെ നടക്കാനായിട്ട് കുറച്ച് ഓൺലൈൻ മീഡിയാസുകാരെ രേണു അതിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രേണു പോകുന്നതിന്റെ പുറക്കേക്ക് പോകും. കാരണം അവർക്കും റീച്ച് കിട്ടും. എല്ലാവർക്കും റീച്ചും ക്യാഷും ആണ്, വ്യൂസും ക്യാഷും ആണല്ലോ വേണ്ടത്. അപ്പം അവരും അങ്ങനെ ചെയ്യുന്നു, രേണു ഇങ്ങനെ ചെയ്യുന്നു. രേണുവിന്റെ പരിപാടി രേണുവിന് നല്ല രീതിയിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കാൻ രേണു നല്ലോണം അറിയാവുന്ന ഒരാളാണ്. രേണുവിന് ചില പൊട്ടത്തരങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനായിട്ട് രേണു അങ്ങ് പറയും, അറിയാതെ വായിന്ന് വീണു പോകും. അപ്പൊ അതിന് റിയാക്ഷൻ വീഡിയോക്കാരെടുത്തിട്ട് ചർച്ച ചെയ്ത് അത് കോൺട്രവേഴ്സി ആയി കഴിയുമ്പോൾ രേണുവിനൊരു റീച്ച് ആയി കഴിഞ്ഞു. ഇത് റീച്ച് ആയി കഴിഞ്ഞാണ് രേണു വന്ന് കുറച്ച് റിയാക്ഷൻ വീഡിയോക്കാരെ ചീത്ത പറഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനം ഒന്ന് മാറ്റി പറയും. അത് തന്നെയാണ് ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് അതിന്റെ കണ്ടന്റ് എന്താണെന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ രേണു ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? ഇപ്പൊ രേണുവിന്റെ ഇതായിട്ടുള്ള ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് മാത്രം മറ്റുള്ളവർ എന്തുകൊണ്ട് ലീക്കാക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം രേണു ഇതിന് ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടാണ് ഈ കണ്ടന്റുകൾ ഇട്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും ഒരു പോസ്റ്റ് ഇടും, ഞാൻ എക്സ്ക്ലൂസീവ് കണ്ടന്റുമായിട്ട് എന്റെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ട് അവരങ്ങ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽ ഇട്ട് അവരങ്ങ് തുടങ്ങുകയാണ് ചെയ്തത്. രേണു അതിന് മുമ്പായിട്ട് തന്നെ മാക്സിമം വൾഗാരിറ്റി വീഡിയോസ് റീൽസ് ഇട്ടിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ തീർച്ചയായും അതിനകത്ത് എന്താണ് കാണാനുള്ളത്, അല്ലെങ്കിൽ രേണു ഇത്ര മാത്രമാണ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രേണു ഇത്രത്തോളം കാണിക്കുന്നുണ്ട് തന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റിനകത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഒന്നാമത്തെ കാര്യം രേണുവിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റിന്റെ സ്ക്രീൻഷോട്ടും വീഡിയോസും ഒക്കെ എടുത്ത് ഇനി പുറത്ത് വീഡിയോസിൽ ഇടുന്നില്ല, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് പുറത്ത് ഇടുന്നതിന്റെ കാരണം ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറ കുട്ടികൾക്ക് ഭയങ്കര ഹരമാണ്. അവർ ഇൻസ്റ്റയിൽ ആരെന്ത് ചെയ്യുന്നു അതിനെ അനുകരിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മൾ കുട്ടികളൊക്കെ. പഠിക്കാൻ പോകുന്നവരായാലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ ഒരു വീഡിയോ എടുത്തവർക്ക് പോസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ നമ്മളെ പോലുള്ള ഒരു വലിയൊരു കണ്ടന്റ് അല്ല അവർ റീൽസിൽ ചെയ്യുന്നത്. റീൽസ് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചെറിയ വീഡിയോ എടുക്കുക, റീൽസ് അപ്ലോഡ് ചെയ്യുക. അതേസമയം യൂട്യൂബ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എഡിറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പിന്നിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റീൽസിനകത്ത് അത്രയും ബുദ്ധിമുട്ടുകളില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ തലമുറയ്ക്ക് എവിടെ പോയാലും നമ്മൾ ഒരു തിരക്കുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷമുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാം എത്ര കുട്ടികളായി ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ഉത്സവമാവട്ടെ, കല്യാണമാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫംഗ്ഷൻ ആവട്ടെ, അത് അല്ലെങ്കിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, അവിടെ ചെന്നാലും ഒരു വീഡിയോ എടുക്കുന്ന ഒരു കുട്ടിയെ കാണാത്ത ഒരു സ്ഥലം ഇല്ല എന്നുള്ള, ഒരു റീൽസ് എടുക്കുന്ന ഒരു കുട്ടിയെ കാണാത്ത ഒരു സ്ഥലം ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അതൊരു കാര്യം. രണ്ടാമത് പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഈ പോക്കറ്റ് മണി വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം വീട്ടുകാരറിയാതെ ഇങ്ങനെയുള്ള കുറച്ച് അവരുടേതായ എന്താ പറയുന്ന അവരുടേതായ രീതിക്ക് അവർക്ക് പൈസ ചെലവഴിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇങ്ങനെ റീൽസ് ഒക്കെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ എടുത്തിടുമ്പോൾ ഒരു പൈസ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് നമ്മുടെ നാട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളും ഒക്കെ യൂട്യൂബും റിയാക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ല റിയാക്ഷൻ വീഡിയോ ചാനലുകാരായിക്കോട്ടെ, അവർക്കും അതിൽ നിന്ന് വ്യൂസും വരുമാനം ഉണ്ടായത് കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രേണുവിനെ പോലുള്ളവർ ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന കുട്ടികളെ ഇത് വഴിതെറ്റിക്കാൻ കാരണമാകും. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിചാരിക്കാം, നമ്മളിപ്പോൾ ജോലിക്ക് പോയ ഒരു പെൺകുട്ടി, ഇപ്പൊ രേണുവിന്റെ കാര്യം തന്നെ വിചാരിച്ചു, 2 കുട്ടികളുടെ ഒരു അമ്മ ജോലിക്ക് പോകുന്നു എന്ന് വെച്ചു. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് കുട്ടികൾക്കുള്ള കാപ്പിയും ചോറും കറികളും വൈകുന്നേരം വരെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നത് വരെയുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അവർ രാവിലെ 5 ഒരു 9 മണിക്ക് ഓഫീസിൽ കയറും. തിരിച്ചല്ലെങ്കിൽ ഓഫീസോ ഷോപ്പോ എന്തോ ആയിക്കോട്ടെ, എവിടെയായാലും അവർ ജോലിക്ക് പോകുന്നു. തിരിച്ച് 6 മണിക്ക് വരുന്നവരുണ്ട്, 7 മണിക്ക് വരുന്നവരുണ്ട്, 8 മണി, അങ്ങനെ ഓരോരോ സമയങ്ങളിൽ വരുന്നവരുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ ഒരു വേതനമാണ്. ആ വേതനം നമ്മളെ പരിസരത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള പെൺകുട്ടികളെല്ലാം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന് തന്നെ ഒരാൾ പോയി കഴിയുമ്പോൾ നമ്മൾ അടുത്തുള്ള വേറെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നു, അവർ പോകുന്നുണ്ട്, അതുപോലെ ജോലിക്ക് പോയി നമുക്കും ഒരു ഏണിങ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. അപ്പോൾ ഓരോരുത്തർ പോകുന്നതിനെയാണ് നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ
ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ ആ രീതികൾ നല്ലതാണെന്ന് മനസ്സിലാക്കി ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ചില ചീത്ത കാര്യങ്ങളെയും ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് എന്ത് വിചാരിക്കാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയാൽ വളരെ തുച്ഛമായ പൈസ കിട്ടുന്നുണ്ട്. ഇത് നോക്ക്, ഇതങ്ങോട്ട് ഒരു വീഡിയോ എടുത്ത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നും പറഞ്ഞ് കുറച്ച് തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ വീട്ടിലിരുന്നാൽ മതി, എങ്ങും ഇറങ്ങി പോവുകയും വേണ്ട, ആ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ മാർഗ്ഗമാണെന്ന് കരുതി പുതിയ തലമുറയും പഴയ തലമുറയും ഒക്കെ വഴിതെറ്റിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. എന്നാൽ ചോദിക്കും, അങ്ങനെ വഴിതെറ്റിക്കുന്നവരില്ലേ? ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള. ഇപ്പൊ എല്ലാവരെയും ഒന്നും നമുക്ക് ഇതാക്കാൻ, നമുക്ക് എല്ലാവരെയും പറഞ്ഞ് നേരെയാക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ വരുമ്പോൾ അതിന് മാക്സിമം, പിന്നെ കുറച്ച് ആൾക്കാർ ഇത് തന്നെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതാണ്, ഞങ്ങളുടെ വ്യക്തിത്വം ഞങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് ഇതൊരു തൊഴിൽ പോലെ ആക്കി ചെയ്യുന്നവർ, അത് വേറൊരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ രേണുവിന് ആ കാറ്റഗറി എന്തായാലും നമ്മളെ കുട്ടികൾ അനുകരിക്കത്തില്ല. പക്ഷെ രേണുവിനെ പോലുള്ളവരുടെ ഒക്കെ ഈ സോഷ്യൽ മീഡിയ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് എല്ലാ കുട്ടികളും അനുകരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പൈസയ്ക്ക് അത്യാവശ്യമുള്ള കുട്ടികളൊക്കെ ഒരുപാട് പേര് അതിനെ അനുകരിക്കാൻ ഒരു ചാൻസ് കൂടുതലുള്ളതാണ്. അങ്ങനെ രേണുവിനെ സെലിബ്രിറ്റി ആയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കൂടുതൽ ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്ക് കുട്ടികളുടെ ചിന്താഗതിയെ മാറ്റിയും കുട്ടികളെ വഴിതെറ്റിക്കാൻ നല്ല ഒരു മാർഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ റിയാക്ഷൻ വീഡിയോക്കാർക്ക് മാത്രമേ ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ലോഗൊക്കെ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ക്രാഫ്റ്റിന്റെ വീഡിയോ ചെയ്യുന്നവർക്കോ ഒന്നും ഒരിക്കലും രേണുവിന്റെ കാര്യത്തിൽ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെങ്കിൽ അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മളെ വീട്ടിലും കുട്ടികളുണ്ട്, നമ്മളെ അയൽവക്കത്തെ കുട്ടികളുണ്ട്, നമ്മളെ ബന്ധത്തിൽ കുട്ടികളുണ്ട്. നാളെ നമ്മളെ കുട്ടികൾ ഇങ്ങനെ ഒരെണ്ണം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവരാലോചിക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ആലോചിച്ചാൽ അത്രയും നല്ലത്. നമ്മളൊരു വീഡിയോ കൊണ്ട് ഒരാളെങ്കിലും ആലോചിച്ചാൽ അത്രയും നല്ലത്. കാരണം അവരാലോചിക്കണം, നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, രേണു ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രശ്നം, നമ്മളിങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമ്മൾ റിയാക്ഷൻ വീഡിയോക്കാരെടുത്തിട്ട് ഇത് റിയാക്ട് ചെയ്യും, കുടുംബം കാണും, നാട്ടുകാർ കാണും, വീട്ടുകാർ കാണും, എല്ലാവരും കാണും. സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ കാശ് കൊടുക്കുന്നവർ മാത്രമേ കാണുള്ളൂ. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ വീഡിയോസ് ലീക്ക് ആവാനും പബ്ലിക്കിന്റെ മുമ്പിൽ തങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് കുട്ടികളും ഇതിലൊരു ബോധവാന്മാരാകേണ്ടതുണ്ട്. മാത്രമല്ല ഇതൊരു സമൂഹത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മളുടെ പ്രതികരിക്കേണ്ട രീതി ഇതാണെന്ന് കരുതി തന്നെയാണ് റിയാക്ഷൻ വീഡിയോക്കാർ പ്രതികരിക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നുണ്ട്, അഹാന കൃഷ്ണയുടെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അവരെ ആരെയും നിങ്ങൾ അതൊന്നും ചെയ്തില്ലല്ലോ, നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അഹാന കൃഷ്ണയുടെയൊക്കെ വീഡിയോസും മറ്റു നല്ല ഇതായിട്ടുള്ള, അതായത് കുറച്ച് സ്റ്റാൻഡേർഡിലുള്ളവരുടെയൊക്കെ വീഡിയോസിന്റെ അഹാന കൃഷ്ണയുടെയൊക്കെ സബ്സ്ക്രിപ്ഷനകത്തുള്ള വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ അവർ Q&A ഒക്കെ അവരുടെ മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് ഒരുപാട് ആൾക്കാരെ അവർക്ക് പേഴ്സണലായിട്ട് അറിയിക്കാൻ താല്പര്യമില്ല. അവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ മാരേജ് എന്താണ്, മാരേജിനെ കുറിച്ചുള്ള പ്ലാനിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർ ഇന്ന് വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അവരുടെ നാളത്തെ ട്രിപ്പ് അവർ എങ്ങോട്ടാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അവർ കുറച്ച് ഫോട്ടോസ് ഇടുന്നു. ഒരിക്കലും രേണുസുതി ഇടുന്നത് പോലെ ഭാഗങ്ങൾ വളരെ അങ്ങ് എക്സ്പോസ് ചെയ്യുന്ന പോലെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വൾഗാരിറ്റിയോടുകൂടി അവരാരും ഇടുന്നില്ല. അപ്പം പിന്നെ കുറച്ച് ആൾക്കാർ കമ്പയർ ചെയ്യുന്ന ഇങ്ങനെ, അഹാനയൊന്നും ചെയ്തപ്പോൾ ആരും ഇത് ചെയ്തില്ലല്ലോ, ഇവ രേണു ഇടുന്നതാണോ പ്രശ്നം, പിന്നെ രേണുവിന് അഹാനിക്ക് ഇത്രയും 180-50 സബ്സ്ക്രിപ്ഷനേ ആയിട്ടുള്ളൂ, രേണുവിന് 600-ൽ പരം സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞു, അതുകൊണ്ടുള്ള കുശുമ്പാണ്. എന്തിനാണ്, ആർക്കാണ് ഈ ഇങ്ങനത്തെ പരിപാടിയിൽ കുശുമ്പും കുന്നായ്മയും തോന്നുന്ന ആർക്കാണ്? പക്ഷേ നമ്മൾ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും സംസാരിച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നമുക്കും വ്യൂസ് കിട്ടുന്ന, നമുക്കും ഗുണം കിട്ടുന്ന വിഷയങ്ങൾ നമ്മളും ചർച്ച ചെയ്യുന്നു. രേണു ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ട് ചെയ്യും എന്ന് രേണുവിന് അറിയാം, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ പിന്നെ ഒരു വീഡിയോയിലേക്ക് കൂടെ നമുക്ക് പോകുന്ന 2 വീഡിയോസും കൂടെ ഞാൻ ഇതിന്റെ കൂടെ കാണിക്കാം. പൈസ വേണം, പൈസ ഇല്ല അതൊരു രക്ഷയില്ല. ഞാനൊക്കെ 6 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി. അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ജീവിക്കാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇപ്പം വലിയ സെലിബ്രിറ്റീസ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പൊ അതെന്ന് വെച്ചാൽ എന്താ പറയാ, സബ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അല്ലെ, എക്സ്ക്ലൂസീവ് കണ്ടന്റ് എനിത്തിങ് അത് ഇഷ്ടപ്പെടുന്നവരുള്ളതുകൊണ്ടാണ് അവർ ഇത്രയും സബ് എടുത്തതും കാര്യങ്ങൾ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തപ്പം, അല്ലെങ്കിൽ ഞാൻ സബ് എടുത്തപ്പം മാത്രം എന്നെ വിവാദം അതായത് എനിക്കെതിരെ വിവാദങ്ങൾ മാത്രം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് വ്ളോഗേഴ്സ് അവർ ചെയ്തോട്ടെ, എനിക്ക് വിഷയമില്ല. പക്ഷെ അവർ ഈ സബിനകത്ത് കയറിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അത് വിവാദമാക്കുക ഉള്ള കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ എത്രയൊന്നും കൊണ്ടാ പറഞ്ഞിട്ടും ഒരു ഇതുമില്ലെങ്കിൽ എന്താ ചെയ്യുക. കാരണം ഇന്നും എനിക്കൊരു മെസ്സേജ് സബ് ചെയ്ത ഒരു ആളുടെ മെസ്സേജ് വന്നു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ സബ് ചെയ്തിട്ട് എന്താ, ഞങ്ങളൊക്കെ പൈസ മുടക്കിയിട്ട് അതിനെന്താ പ്രയോജനം, ഇതെല്ലാം അവരെ എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുവല്ലേ. തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ സബ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ഇടുന്നത് കാണേണ്ടവരാണെങ്കിൽ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്, അവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നുണ്ട്.
സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്റ്റ് ഇങ്ങനെ തമ്പലിനോ എന്തോ അതിന് പറയുന്നത്, അതിന് തമ്പലൈൻ, അത് തന്നെ അതിൽ ഇടുന്നുണ്ട്. അപ്പം ഈ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ആൽബം ചെയ്താലും നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് പ്രതീക്ഷിന്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്തത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അതുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല. അങ്ങനെ ഒരാളുണ്ട്, എന്റെ ഫാനാണ് ആള്. ഫാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവളായ എന്താണ് അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും അയക്കാറുള്ളത്. പ്രണയത്തിലൊന്നും ആയിട്ടൊന്നുമില്ല. സ്പെഷ്യൽ കണ്ടന്റ് എന്റെ എന്താ പറയാ പോസ്റ്റ് കാണും, സ്പെഷ്യലായിട്ട് എന്താ പറയുക ഇൻസ്റ്റയിൽ ഇടാത്ത പോസ്റ്റുകൾ കാണും, ചിലപ്പോൾ സ്റ്റോറി കാണും. സ്പെഷ്യലായിട്ട് ഇടേണ്ട കാര്യമില്ല, മറ്റവന്മാരെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടും. പറഞ്ഞത് രേണു കേസ് കൊടുക്കാൻ പോകുമെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ രേണു കേസ് കൊടുക്കാൻ ചെന്നാല് രേണു ഈ കാണിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും അതിന് കുറച്ച് ഗൈഡ് ലൈനും, അതിന്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈനിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം IT സെക്ഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളല്ല രേണു പോസ്റ്റ് ചെയ്യുന്നത്. രേണു കേസ് കൊടുക്കാൻ പോയാൽ ഫസ്റ്റ് രേണു ആയിരിക്കും പെടുന്നത്, അതിനുശേഷം മറ്റുള്ളവർ ചിലപ്പോൾ പെടുത്തോളായിരിക്കും കേസ്. അപ്പൊ രേണുവിന് പരാതി കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ രേണു പറയുന്നത് ആരാണ്ട് രേണുവിന്റെ സബ്സ്ക്രൈബ് ചെയ്ത ഏതോ ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞെന്ന്, ചേച്ചിയും പിന്നെ ഞാൻ നിങ്ങൾ 150 രൂപ തന്ന് സബ്സ്ക്രൈബ് ചെയ്തത് വെറുതെ ആയില്ലേ, അവരെല്ലാവരും കൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തിടുന്നു, അപ്പം പിന്നെ നമ്മൾ 150 രൂപ തരേണ്ട കാര്യം തന്നത് വെറുതെ ആവില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതായത് രേണുവിന് ഈ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോക്കാർ ഈ രേണുവിന്റെ കണ്ടന്റുകൾ എടുത്ത് പുറത്തിടുന്നത് കൊണ്ട് രേണുവിന് തന്നെ പേടിയുണ്ട് സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയുണ്ട്. രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ഒന്നും കുറഞ്ഞു പോകില്ല, രേണുവിന് ഇത് കൂടത്തേ ഉള്ളൂ. കാരണം ഇത്രയും റിയാക്ഷൻ വീഡിയോക്കാർ ഇത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും അതിൽ രേണു എന്താണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഇടയ്ക്ക് യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോക്കാരും കാണും, അവരടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിങ്ങനെ കുറച്ച് കാലം പോകും. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ഒരു സാധനമല്ല. കുറച്ച് കാലം പോയി കഴിയുമ്പോൾ അതിന് നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി രേണുവിന് തന്നെ ഇപ്പോൾ ഉള്ളത് എന്താ പറയുന്നത് എല്ലാം നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ആയിപ്പോയവർ ഒരുപാട് പേര് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് രേണു വന്നു പോകും. അപ്പൊ അതൊന്നും വരാതെ ഇരിക്കാൻ രേണുവിന് സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ തന്റെ ഇൻസ്റ്റയിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇടും. അപ്പോൾ രേണുവിന് ഇപ്പം ഈ യൂട്യൂബിനകത്ത് ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഇടയിൽ വന്ന് രേണു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നില്ലേ? ഇപ്പം ഫാദറിന്റെ കാര്യമോ വീടിന്റെ കാര്യമൊക്കെ ഒരു വലിയ കോൺട്രവേഴ്സീസ് ആണ്. ഈ കോൺട്രവേഴ്സി എന്താ പറയുന്നത് പബ്ലിക്കലി ഇടാതെ രേണുവിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റിനകത്ത് രേണുവിന് ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റുകളായി രേഖപ്പെടുത്തണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.